വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. എല്ലാവരും ഇപ്പൊ നമ്മള് ദേവകി ദേവിയുടെയും വസുദേവയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു. അവരെ നമ്മൾ കൊണ്ടുപോയി കാരാഗൃഹത്തിൽ വരെ വിട്ടു. അപ്പൊ ഇപ്പുറത്ത് വേറൊരു കഥ നടന്നു. അതായത് വൃഷഭാനു എന്ന് പറയുന്ന ഒരാൾ, അതായത് ആര്യമാവിന്റെ മക്കളായിരിക്കുന്ന കലാവതി, രത്നമാലി, മേനകി എന്ന് പറഞ്ഞ മൂന്ന്. അതിലെ മേനയുടെ ഭർത്താവിന്റെ പേരാണ് ഹിമവ. ഈ ഹിമവാന്റെ മകളുണ്ട്, മകളെ അറിയാം, പാർവതി. അതിനും മുകളിലാണ് രത്നമാല വിദേഹ രാജാവ്. അവർക്കൊരു മകളുണ്ട്, ആരാ പറയാ, സീത. അതിനു മുകളിലൊരാൾ, അതാണ് സുചന്ദ്രനും കലാവതി. സുചന്ദ്രൻ എന്നും കലാവതി എന്നും പറയുന്ന രണ്ടുപേര് അവര് അടുത്തൊരു ജന്മമാണ്. അവർക്ക് ആദ്യം മക്കളൊന്നും ഇല്ലായിരുന്നു. മക്കളില്ലാതൊക്കെ ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് അവര് തപസ് ചെയ്തപ്പോ പരബ്രഹ്മ ചൈതന്യ സ്വരൂപിണിയായിരിക്കുന്ന പരമേശ്വരിയുടെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഭഗവതി പറഞ്ഞു, തീർച്ചയായിട്ടും ലോകത്തെന്നും ആദരിക്കപ്പെടുന്ന ഒരാളായിട്ട്, ഭഗവതിയായിട്ട് ഞാൻ നിങ്ങളുടെ മകളായിട്ട് അവതരിക്കാം, ഇപ്പോഴല്ല അടുത്തത്. അങ്ങനെ കലാവതിയും സുചന്ദ്രനും കീർത്തിയും വൃഷഭാനു എന്ന പേരിൽ അവരവതരിച്ചപ്പോ അവരുടെ മകളായിട്ട് ആര് വന്നു? ഭഗവതി അവതരിച്ചു. ആരെയായി? രാധയായിട്ട് അവരവതരിച്ചു, രാധാദേവിയായിട്ട് അവരവതരിച്ചു. അതിനതിൽ ഈ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ നന്ദഗോപര് അല്ലെങ്കിൽ ഗോക്കളെ മേയിക്കുന്ന ഗോപരിപാലന ഭാഗം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഗോക്കളായിട്ട് നിൽക്കുന്നതും ഗോക്കളെ മേയിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമായിക്കൊണ്ട് തന്നെ ഒരു സങ്കല്പതലമുണ്ടായിരുന്നു. അവിടെയാണ് ഭഗവതി ഇവിടെ അവതരിക്കുന്നത്. ആ ഭഗവതിയുടെ അവതാരം, അതായത് രാധാദേവിയായിട്ട്, രാധയുടെ, അതായത് രാധ എന്നത് പാർവതിയുടെയും സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ ഭാഗം ആണ്. അത് അവരുടെ ഭാഗം എന്ന് പറയുമ്പോൾ ഈ നമുക്കെല്ലാവരിലും ഉണ്ട് നമ്മൾ മാറ്റി വെച്ച സകല ആഗ്രഹം, ഇല്ലേ? ഇപ്പൊ എനിക്ക് ആഗ്രഹം മരിച്ചൂടൊക്കെ നീളം ഉണ്ടായാൽ കൊള്ളാവും, അടുത്ത ജന്മത്തിലെ ഭഗവാനെ ഇച്ചിരി നീളമൊക്കെ ഉണ്ടാവണം എന്ന് നമുക്കൊരാഗ്രഹം സ്വാഭാവികമായിട്ടും. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ടല്ലോ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അത് ചിന്തിക്കേണ്ട. പക്ഷെ നീളം അത് നോക്കണം. നമുക്ക് അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ആഗ്രഹങ്ങളില്ല. പാട്ട് പാടണമെന്നും പണം നിറയ്ക്കണമെന്നും ഒക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ദേവതകളിലുമുണ്ട് എന്നാണ്. അങ്ങനെ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ആഗ്രഹങ്ങളുടെ ഭാഗങ്ങളെല്ലാം കൂടി പാർവതിയിൽ നിന്നും ലക്ഷ്മിയിൽ നിന്നും സരസ്വതിയിൽ നിന്നും എല്ലാം ഒരുമിച്ചാക്കപ്പെട്ടു എന്നാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് രാധ എന്ന പരബ്രഹ്മം. അതുകൊണ്ടാണ് ഈ രാധയ്ക്ക് തുല്യമായിട്ട് ഒന്നിനെയും വെക്കാൻ പറ്റും. രാധാദേവിയായിട്ട് രാധയ്ക്ക് ഒരു ദൈവീകമായിരിക്കുന്ന അവസ്ഥ ഉണ്ടായി കൊടുത്തതുമല്ല. അതുകൊണ്ടാണ് അതിനുള്ള ഒരു രാധയുടെ ഒരു സൗരഭ്യം അല്ലെങ്കിൽ സുഗന്ധവും രാധയുടെ ഒരു സ്വാദും രാധയുടെ ഒരു ബലവുമല്ല മറ്റൊരു ദേവതകളിലും ഉണ്ടാവും. ഒരു ദേവിമാർക്കും ഉണ്ടാവില്ല. മഹാലക്ഷ്മിക്കും ഉണ്ടാവില്ല, പാർവതിക്കും ഉണ്ടാകില്ല, സരസ്വതിക്കും ഉണ്ടാകില്ല, അങ്ങനെ ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ രാധയായിട്ട് വൃഷഭാനുവിന്റെയും കീർത്തിയുടെയും മകളായിട്ട് രാധാദേവി ആ വൃന്ദാവനത്തിൽ പിറന്നു. അതുപോലെ തന്നെയാണ്
വസുദേവരുടെയും നന്ദഗോപരുടെയും രോഹിണിയുടെയും മകനായിട്ട് ഇപ്പുറത്ത് ആര് പറഞ്ഞു? ബലഭദ്രസ്വാമി പറഞ്ഞു. അപ്പൊ എത്രയും വരെ വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ പോയി. എവിടെ? മധുരയിലേക്ക് വീണ്ടും നമ്മൾ എഴുതി. മധുരയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ട്, മധുരയില് ഇങ്ങനെ മക്കളെ പ്രസവിക്കുന്നുണ്ട്. ആദ്യത്തെ കുഞ്ഞുണ്ടായ സമയത്ത് ഇതിനകത്ത് പറയുന്നത് എല്ലാ മക്കളും അങ്ങനെ ഉണ്ടായി. അവസാനമാണ് മക്കളെല്ലാം ഒന്നിച്ചു കൊടുക്കുന്നില്ല. പക്ഷെ മറ്റു ഭാഗവത്തിലൊക്കെ പറയുന്നത് കുട്ടിയുണ്ടായി, ആദ്യത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി കംസനിലേക്ക് കൊടുത്തു വസുദേവൻ. അപ്പൊ പറഞ്ഞു ഈ കുട്ടി നോക്കി ഒന്ന് ചിരിച്ചു. കുട്ടി നോക്കി ചിരിച്ചു കഴിഞ്ഞപ്പോൾ കംസന് പോലും മനസ്സിലൊരു വിഷമം, ഇങ്ങനെ ഇതിനെ കൊല്ലുന്നു, ഈ കുഞ്ഞിനെ എങ്ങനെ കൊല്ലും പറഞ്ഞു. വേണ്ട, കൊണ്ടുപോയി 8ാമത്തെ കുട്ടിയല്ലേ എന്നെ കൊല്ലുന്നു. അപ്പൊ അതുകൊണ്ട് 8ാമത്തെ കുട്ടി ഇങ്ങോട്ട് തന്നു, ഇത് നീ കൊണ്ടുപോയിക്കൊള്ളാം. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ ഇങ്ങനെ കുട്ടികളുടെ കഥ, അത് പുനർജന്മമാണ്, ആ കഥ വരുന്നുണ്ട്, അതെന്തായാലും അന്വേഷിച്ചു. അപ്പൊ ഇങ്ങനെ പോയ സമയത്ത് ഈ കുട്ടികളെ വസുദേവർ തിരിച്ചു കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവന്ന് ദേവകീ ദേവിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, കൊല്ലൊന്നുമില്ലെന്ന് നിന്റെ ആങ്ങളെ പറഞ്ഞു, നമുക്ക് ഇതിനെ വളർത്താം. അങ്ങനെ ഇരിക്കുമ്പോ ഉണ്ട് നാരദൻ അവിടെ കംസൻ എടുത്തിട്ട് പറഞ്ഞു, എന്തൊരു മണ്ടത്തരമാണ് നീ കാണിച്ചത്. അപ്പൊ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഈ കൊച്ചിനെ എന്തിനാ നീ തിരിച്ചു കൊടുത്തു വിട്ടെ. അപ്പൊ പറഞ്ഞു, ഈ 8ാമത്തെ വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനാണ് കൊല്ലുന്നത്. അപ്പൊ ഈ 1ാമത്തെ കുഞ്ഞിനെ ഞാൻ എന്തിനാ കൊല്ലുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ കംസനോട് പറഞ്ഞു, ആര് കൊല്ലുമെന്നാ പറഞ്ഞത്? 8ാമത്തെ പുത്രൻ. ആദ്യത്തെ 8ാമോ അവസാനത്തെ 8ാമോ? അപ്പൊ കംസൻ പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഓരോ കുട്ടികളെ കൊണ്ട് പ്രസവിച്ചെന്നിരിക്കട്ടെ, അപ്പൊ നീ വിചാരിക്കുക 8ാമത്തെ ഞാൻ കൊല്ലാവും. 8ാമത്തെ കുട്ടിയെ കൊല്ലാനായി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഈ 8ാമത്തെ മുതൽ മേളോട്ടൊന്നും എണ്ണാൻ പറയും. അപ്പൊ 1ാമത്തെ കുട്ടി ആരായി? 8ാമത്തെ കുട്ടിയായി. അപ്പൊ ആളുകൾ വരുത്തില്ല. അപ്പോഴാണ് കംസൻ വിചാരിച്ചത് ശരിയാണല്ലോ, ഇത് അബദ്ധമാണ്. വിളിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പോഴേ ഒന്ന് അങ്ങനെ ഓരോരുത്തരെ ആയിട്ട് കംസൻ പിന്നീട് ഒരല്പം പോലും താമസിച്ചില്ലെന്നാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഭയം നമ്മുടെ മനസ്സിനെ ബാധിക്കപ്പെട്ട അത് നമ്മൾ പറഞ്ഞു പേടിയായി വരും. ഈ പേടി ഭയവും എല്ലാം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭ്രാന്ത് എന്ന് പറയുന്ന ഒരവസ്ഥ, അതായത് നമ്മുടെ മനോനില തെറ്റുന്ന ഒരു സ്ഥിതി വരും. ഈ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഈയൊക്കെ അനുഭവങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും പലരുടെയും വീടുകളിൽ നമുക്കറിയാവുന്ന ബന്ധുക്കൾ അവർ കാണിക്കുന്ന പലതും കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇവരെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അവര് അറിഞ്ഞുകൊണ്ടല്ല ഒന്നും ചെയ്യും, അവരറിയാതെ അവരുടെ മനസ്സിൽ അല്ല അവരുടെ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ചില അവസ്ഥകളാണ്. അപ്പൊ ഈ അവസ്ഥകളുടെ ഭാഗമായിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ആകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ കംസൻ ഈ കാണിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോ ഈ സമയത്ത് 8ാമത്തെ പുത്രൻ ഉണ്ടാകുന്ന ഒരു സമയം കൃഷ്ണാവതാരം വെച്ച് സ്പീഡിൽ പോവാണ്. കാരണം ഇപ്പം ഉച്ചയ്ക്ക് മുമ്പ് കൃഷ്ണനെ കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ കൃഷ്ണാവതാരം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഭഗവാനെ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് ഭഗവതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം. ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കാലത്ത് ആ കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ സവിശേഷമാണ്. അങ്ങനെ ഉണ്ടാകുന്ന ആ സവിശേഷതകളെ പ്രത്യേകമായിട്ട് എവിടെ അറിയാവുന്നല്ല, അമ്മയുടെ മുഖത്ത് അറിയാവുന്നതാണ്. പണ്ട് കാലത്ത് അമ്മമാര് പറയും, മുഖം നോക്കിയിട്ട് പറയും ഇതാരാണ്, ആണാണോ പെണ്ണാണോ എന്നൊക്കെ പറയും. ചെവിക്ക് ഹോള് വീഴുന്ന സമയം, കുഞ്ഞിന്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ചെവിക്ക് ഹോള് വീഴുന്ന സമയം, കൃഷ്ണമണി വരുന്ന സമയം, അങ്ങനെ അതുപോലെ വിരലുകൾ വിടരുന്ന സമയം,
അങ്ങനെ മൂക്കുകൾക്ക് ദ്വാരം ഉണ്ടാകുന്നു, ചുണ്ടുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ പണ്ട് സ്കാനിംഗ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ച ഒരു ഗ്രന്ഥമുണ്ട്. അതാണ് ഗർഭോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത്. ഈ ചെവിക്ക് ഹോൾ വീണ് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആദ്യമായിട്ട് കുട്ടിയിൽ സ്വാധീനിക്കപ്പെടുമെന്നാണ്. അങ്ങനെ ഉണ്ടാകുന്ന സ്വാധീനങ്ങളാണ് അതിന്റെ സ്വഭാവമായി മാറുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിന് പറയുന്നത് ആധുനിക കാലത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്ന അഭിമന്യു എഫക്ട് എന്ന് പറയും. പക്ഷെ അതിനു മുമ്പ് ഒരാൾക്കുണ്ടായി. അതായത് ഒരു അസുരൻ ഉണ്ടായിരുന്നു. അസുരൻ ഇങ്ങനെ തപസ് ചെയ്യാനായി പോയപ്പോ ആ ഭാര്യ പ്രഗ്നന്റാണ്. അപ്പോ ഇന്ദ്രൻ വിചാരിച്ചു അങ്ങ് കൊന്നു കളഞ്ഞേക്കാം. കൊന്നു കളഞ്ഞ കാരണം എന്താ? ഇത് പ്രസവിച്ച് ഇതും എന്തുണ്ടാവും? ഇതും അസുരനായിട്ടല്ല വരത്തുള്ളൂ. നീ അതിനെയും ഞാൻ തന്നെ പിന്നെ കൊല്ലണ്ട, അതിപ്പോ ഇപ്പോഴാകുമ്പോ രണ്ടുപേരെ കൂടെ ഒന്നിച്ച് കൊന്നേക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നാരദൻ പറഞ്ഞു പറ്റത്തില്ല, ഗർഭിണിയെ തുടരും. പ്രകൃതി പോലും ഗർഭിണിയെ ആദരിക്കുന്നതാണ്. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന ഇയാളിനെ കൊല്ലും. അപ്പൊ എന്റെ പേര് കയാധുവല്ല. കയാധുവിനെ കൊല്ലാൻ പാടില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഈ കയാധുവിനെ, ഗർഭിണിയായിരിക്കുന്ന കയാധുവിനെ നാരദ മഹർഷി വിളിച്ചുകൊണ്ട് തന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് നാരദീയ ഭക്തിസൂത്രം, അതൊരു ഗ്രന്ഥമാണ്, ആ നാരദീയ ഭക്തിസൂത്രം പറഞ്ഞു കൊടുത്തു. നാരായണൻ എന്ന വാക്കിന്റെ അർത്ഥം, നാരായണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു അവിടെ. പക്ഷെ കയാധുവിന് പ്രത്യേകതയുണ്ടായിരുന്നു. ഉള്ളിൽ ആസുരികതയുള്ളത് കൊണ്ട് ദൈവീകമായിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആരും ഒന്ന് മറക്കുമെന്നറിയാമോ? ഒരു ദേവിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, നിദ്രാദേവി വന്ന് ഉറങ്ങും. നീ കേൾക്കണ്ട കണ്ടു. എന്താണ് ആസുരികത? ആസുരികത നമ്മൾ കണ്ടാലും കാണാതിരിക്കുന്ന സന്ദർഭമില്ല. ഞാൻ കണ്ടതാണ്, ഞാനായിട്ടൊന്നും പറയുന്നത് വിചാരിച്ചു, കണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സർവേ എന്ന് പറഞ്ഞ പോലെ ഈ നിദ്രാദേവി എന്ന് പറയുന്നത് നീ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമുക്കുള്ള ഉറപ്പാണ്. അപ്പൊ നമ്മൾ അവിടെ കേൾക്കുന്ന ഉറങ്ങും. പക്ഷെ എന്ത് ചെയ്തു? കയാധു അങ്ങനെ ഉറങ്ങിയപ്പോ ഉള്ളിൽ നിന്ന മകൻ കുഞ്ഞിത് കേട്ടു. നാരായണൻ ആരാണെന്ന് ഇങ്ങനെ കേട്ടു. നാരായണ നാമത്തിന്റെ പ്രാധാന്യം ബലം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഈ കുഞ്ഞ് അവിടെ പോയി കുഞ്ഞിനെ പ്രസവിച്ചു. പിന്നെ അദ്ദേഹം തപസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് അസുരം വന്നു. പിന്നെ ഭാര്യ വിളിച്ചുകൊണ്ടുപോയി. പ്രസവം കഴിഞ്ഞു. ഉണ്ടായ കുട്ടി എന്ത് ചെയ്തു? വന്നപ്പോ മുതൽ എന്താ പറയുന്നത്? നാരായണ നാമം ജപിച്ചു. നാരായണായ നമ, നാരായണായ നമ. അച്ഛൻ പറഞ്ഞ നാരായണ നാമം ഇല്ലല്ല, എന്തിനാണ്? ഹിരണ്യായ നമ ചൊല്ലുന്നു. എന്തിനുകൊണ്ട്? അഹംഭാവം കൊണ്ട്. ഹിരണ്യായ നമ ചൊല്ലുന്ന അഹംഭാവം ഇങ്ങനെ പറഞ്ഞപ്പോ മകൻ എന്ത് ചെയ്തു? നാരായണ നാമം ജപിക്കാൻ പറഞ്ഞു. എല്ലാവരെയും കൊണ്ട് നാരായണ നാമം ജപിച്ചു. അങ്ങനെ നാരായണ നാമം ജപിപ്പിച്ചതുപോലെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ദൈവീകമായ സാന്നിധ്യം വളരുന്നതനുസരിച്ച് ആ വ്യത്യാസങ്ങൾ എപ്പോഴും പ്രകടമായി വന്നു. ആരില്? ദേവഗീതയിൽ. പ്രകൃതിക്ക് പോലും മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ പ്രകൃതിയുടെ മാറ്റങ്ങളും പ്രകൃതിയുടെ വിശേഷതകളും കൊണ്ട് വളരെ സവിശേഷമായിരിക്കുന്ന അവസ്ഥയിലേക്കായി അങ്ങോട്ട് മാറി. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല പൂക്കൾ ഉണ്ടായി. കാരണം എന്താണ്? ഭഗവാൻ തീരുമാനിച്ചു, ഞാനിപ്പോ അവതരിക്കാനായിട്ട് പോവാണ്, ദേവകീ ദേവിയുടെയും വസുദേവരുടെയും മകനായിട്ട് അവതരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ദേവീദേവന്മാരെല്ലാവരും പോയി ഭൂമിയിലേക്ക് അവതരിച്ചു. പൂക്കളൊക്കെ ഓരോ ദേവിമാരെ പിന്നിട്ടൊന്ന് നല്ല പൂക്കളാണ്. അങ്ങോട്ട് പ്രകൃതി എന്ന സുന്ദരമായി സന്തോഷമായി അങ്ങനെ എല്ലാ വിധത്തിലും ആനന്ദകരമായിരിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായി. എന്നിട്ടോ ഭാദ്രപദ മാസത്തില് കൃഷ്ണപക്ഷത്തില് ബുധനാഴ്ച ദിവസം രോഹിണി നക്ഷത്രത്തില് ഹർഷണ യോഗത്തില് വൃഷഭ ലഗ്നത്തില് അഷ്ടമി തിഥിയില് അർദ്ധരാത്രി ലോകത്ത് ഇങ്ങനെ മൂടിക്കെട്ടുന്ന സമയത്ത് ചന്ദ്രോദയ സമയത്ത് വസുദേവ ഗൃഹത്തില് ദേവകിയുടെ ഗർഭാശയത്തിൽ നിന്നും സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു. ഭഗവാൻ അങ്ങനെ ഈ ലോകത്തേക്ക് അവതരിക്കപ്പെട്ടപ്പോഴേക്കും പ്രകൃതിയുടെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ ഭഗവാനെ അനുഗ്രഹിച്ചുകൊണ്ട് കാണിച്ചു.
അതുകൊണ്ടാണ് വലിയ മഴയുണ്ടായി, ഇടിമിന്നലുണ്ടായി, വലിയ വലിയ വിശേഷതകൾ ഉണ്ടായി. പൂക്കൾ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു. സുഗന്ധം, പൂക്കളിൽ നിന്ന് സുഗന്ധം എങ്ങനെയൊക്കെ പുറത്തേക്ക് വിടാം, അത്രത്തോളം പൂക്കളിൽ നിന്നും സുഗന്ധങ്ങൾ പുറത്തേക്ക് വന്നു. പ്രകൃതി മുഴുവൻ ഭഗവാന്റെ സാന്നിധ്യത്തെ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ചൈതന്യ സ്വരൂപിണിയായിരിക്കുന്ന ഭൂമിദേവി 2 കൈ നീട്ടിയ ഭഗവാനെ സ്വീകരിച്ചു എന്ന്. അങ്ങനെ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് വന്നപ്പോഴേക്കും എല്ലാവരുടെയും മനോനിലയ്ക്ക് വ്യത്യാസമായി. നല്ലവരായിരുന്നവരുടെ എല്ലാ മനോനില സന്തോഷമായി, മോശമായിരുന്നവരുടെ എല്ലാ മനോനിലയ്ക്ക് ബുദ്ധിഭ്രമമായി. അവരൊക്കെ എന്ത് ചെയ്തു? നിന്ന നിപ്പിലും ഉറങ്ങിപ്പോയി. എല്ലാവരും ഒരു നിശബ്ദത വന്നതോടെ പ്രകൃതി പ്രത്യേകമായിരിക്കുന്ന ഒരു അനുഭൂതിയിലേക്ക് വന്നു. കാരാഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം തുറന്നു കിടന്നു. അവിടെ ഇരുന്ന കാവൽക്കാരെല്ലാം നന്നായി കിടന്നുറങ്ങി. കാരണം എന്താണ്? ഭഗവതിമാരും ഭഗവാന്മാരും എല്ലാം ആനന്ദത്തോടു കൂടി വന്നു. ഇവിടെ വന്ന് പ്രകൃതി ദേവകീദേവി പോലും ഇന്നലെ ഉറങ്ങിയാണ്. ദേവകീദേവിക്ക് പോലും ആ ഒരു ശക്തി, ആ പ്രഭാവം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം ഭഗവാൻ തന്നെ വന്ന് അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകനായി ഞാൻ പിറന്നു. ആ പിറക്കുന്നതിനെ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ, ബാക്കി ഒന്നും നിങ്ങൾക്ക് അനുഭവവേദ്യമല്ല എന്ന് പറയും. അങ്ങനെ വസുദേവരുടെയും ദേവകീദേവിയുടെയും മകനായിട്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു. അപ്പുറത്ത് രോഹിണിയുടെ മകനായിട്ട് ബലഭദ്രസ്വാമിയും പറഞ്ഞു. അപ്പുറത്ത് വൃഷഭാനുവിന്റെയും കലാവതിയുടെയും മകളായിട്ട് രാധാദേവിയും പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പരബ്രഹ്മ ചൈതന്യ സ്വരൂപനായി ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭഗവാന്റെ സാന്നിധ്യത്തെ എന്തുണ്ടായി? ഇവിടെ വളർത്തുന്നത്, ഇവിടെ എല്ലാം വളർത്തേണ്ടതെന്ന് മനസ്സിലായ വസുദേവര് ഭഗവാൻ പറഞ്ഞു കൊടുത്ത വിധിപ്രകാരം, വഴിപ്രകാരം എന്ത് ചെയ്തു? കുഞ്ഞിനെയും കൊണ്ട് ഇവിടോട്ട് പോയി നന്ദഗോപരുടെ അടുക്കലേക്ക്. ആ നദി കടന്നു പോകാൻ തുടങ്ങിയപ്പോഴേക്കും നദി 2ആയി പിളർന്നു കൊടുത്തു. അവിടേക്ക് വന്നിരുന്ന സർപ്പഗണങ്ങളുടെയും എല്ലാവരുടെയും സാന്നിധ്യം ഒക്കെ ഭഗവാനെ ഇങ്ങനെ, ആ അനന്തൻ ഇങ്ങനെ അങ്ങോട്ട് തൊടാനായി നോക്കി. അപ്പൊ പറഞ്ഞു, പറ്റത്തില്ല, എന്നെ തൊടരുത്. ആ കൊട്ടയിൽ നിന്ന് കാലെടുത്ത് വെളിയിലോട്ട് വെക്കുമ്പോ എന്ത് ചെയ്യും? ആ നദിയിലെ വെള്ളം ഇങ്ങനെ ഉയർന്നു വന്ന് ഭഗവാന്റെ പാദത്തിലോട്ട് തൊടാൻ തുടങ്ങും. അപ്പൊ ഭഗവാൻ കാലിനെ അകത്തേക്ക് വിളിക്കും. വീണ്ടും വീണ്ടും ഒക്കെ ആക്കുമ്പോൾ ഭഗവാൻ പറയാൻ പറ്റില്ലെന്ന് പറയും. അതിനൊരു സമയമുണ്ട് നിനക്ക്, അതിനെല്ലാം ഒരു സ്ഥാനമുണ്ട്, അതിനൊരു യോഗമുണ്ട്, അപ്പോഴേ അതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ വസുദേവരുടെയും ദേവകീദേവിയുടെയും മകനായി പിറന്ന ഭഗവാൻ എന്തായി? നന്ദഗോപരുടെയും യശോദാദേവിയുടെയും ഗ്രഹത്തിലേക്ക് വസുദേവര ഭഗവാനെ കൊണ്ടുവന്ന് അവിടെ യശോദയുടെ അടുക്കൽ കൊണ്ടുവന്ന് കിടത്തി. അവിടെ നിന്നും അവിടെ ഉണ്ടായിരുന്ന പെൺകുഞ്ഞിനെയും കൊണ്ട് തിരികെ കാരാഗ്രഹത്തിൽ വന്ന്, ആ കാരാഗ്രഹത്തിൽ വന്നപ്പോഴേക്കും കുഞ്ഞ് കരഞ്ഞു. കംസൻ ഉണർന്നു, ഓടി വന്നു, കുഞ്ഞിനെ എടുത്ത് കാലെ പിടിച്ച് മേലോട്ട് പൊക്കിയപ്പോഴേക്കും എന്തായി? ഭഗവതി, അനുഗ്രഹദായികയായിരിക്കുന്ന ദുർഗാ ഭഗവതി അവിടെ അവതരിച്ചിട്ട് പറഞ്ഞു, നിന്നെ കൊല്ലാനുള്ള ആള് ജനിച്ചു കഴിഞ്ഞു. അതാണ് വിധി എന്ന് പറയുന്നത്. ആ വിധിക്ക് അനുയോജ്യമായിരിക്കുന്ന അവസ്ഥയിലേക്ക് സംഭവിക്കപ്പെടുമ്പോൾ നമ്മൾ നിശബ്ദമായി പോകും. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അതെന്താ അങ്ങനെ സംഭവിച്ചു? അങ്ങനൊന്നും അല്ലല്ലോ സംഭവിക്കേണ്ടതെന്ന്. പക്ഷെ അങ്ങനെ സംഭവിക്കേണ്ടതാണ് വിധി എന്ന്. ആ സംഭവിക്കുക എന്നുള്ളത് യഥാർത്ഥമായിരിക്കുന്ന വിധി. അങ്ങനെ സംഭവിച്ചപ്പോൾ അതിനെ അനുഭവിക്കുക എന്നുള്ളത് നമ്മളുടെ യോഗവും. ആ യോഗം കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയേ പറ്റുകയുള്ളൂ. ഇതിൽ നിന്ന് എങ്ങോട്ടൊക്കെ ഓടിച്ചാലും നമുക്കത് സാധ്യമല്ല. അതിൽ നിന്ന് വിട്ടുപോകാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ അനുഗ്രഹദായകനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ എന്തുണ്ടായി? വസുദേവരുടെയും ദേവകീദേവിയുടെയും മകനായി പിറന്ന ഭഗവാൻ ഇവിടെ കാരാഗ്രഹത്തിൽ നിന്നും എവിടേക്ക് വന്നു? നന്ദഗോപരുടെയും യശോദാദേവിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് അവരെ കിടത്തി. അവിടെ കിടന്നുകൊണ്ട് യശോദാദേവിയുടെ അടുക്കൽ കിടന്നുകൊണ്ട് ഭഗവാൻ തന്റെ ജീവിതം ആരംഭിക്കുന്നത്. കാരണം എന്താണ്? ഇനിയും ഒരുപാട് ബാധ്യതകൾ തീർക്കപ്പെടുകയാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഒരുപാട് ബാധ്യതകൾ തീർക്കുകയാണ്. ആ ബാധ്യതകളുടെ കണക്കെടുപ്പുകൾ തുടങ്ങും അവിടെ ആദ്യം. അവിടെ തുടങ്ങി ഈ സമയം കൊണ്ട് തന്നെ ഓരോ ബാധ്യത തീർത്തു. ആദ്യം തന്നെ, കാരണം യശോദാദേവിയുടെ മകനായി പിറക്കാമെന്ന് പറഞ്ഞിരുന്ന ഒരു വാക്ക്
എനിക്ക് ഭഗവാനെ ഞങ്ങളുടെ മകനായി വരണമെന്ന് പറഞ്ഞു, മകനായി വളർത്തണമെന്ന് പറഞ്ഞു. ശരി, പക്ഷെ മകനായി പിറക്കണമെന്ന് പറഞ്ഞില്ല. അപ്പുറത്തൊരാൾ മകനായി പിറക്കണമെന്ന് പറഞ്ഞു, ശരി പിറക്കാമെന്ന് പറഞ്ഞു, വളർത്താൻ ചോദിച്ചില്ല. ഇപ്പുറത്ത് പിറക്കണമെന്ന് പറഞ്ഞില്ല, വളർത്തണമെന്ന് ചോദിച്ചു, അതുകൊണ്ട് അത് സമ്മതിച്ചു. എന്താണോ നമ്മൾ ചോദിക്കുന്നത് അതേ നമുക്ക് കിട്ടും. നമ്മൾ പറയത്തില്ല ഇച്ചിരൂടെ ഒക്കെ തരാമായിരുന്നു, ഇച്ചിരൂടെ ഒന്ന് കിട്ടിയാൽ മതി, കറക്റ്റായി പോയി, ഒരു ഇച്ചിരി മാർക്കൂടെ. പക്ഷെ കിട്ടിയില്ല. കിട്ടിയ ആ സ്വല്പമായിരിക്കുന്നത് നമുക്ക് എന്തായി ഫലമായിട്ട് ഇവിടെ വരും. അപ്പൊ അങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ അവിടെ അവതരിച്ചു. ഭഗവാൻ അവിടെ അവതരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിയുടെ ജനനം കഴിഞ്ഞുള്ള ഒരു കാലം, ആ കൃഷ്ണന്റെ ജനനം കഴിഞ്ഞുള്ളതിലെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ആചരണമാണ്, അതിപ്രധാനമായിരിക്കുന്ന ആചരണമാണ് വാലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്താണ് വാലായ്മ എന്ന് പറയുന്നത്? പുലയും വാലായ്മ. അപ്പൊ പിന്നെ ആ ഡേറ്റൊക്കെ കുറച്ചുണ്ട്, ദിവസമൊക്കെ കുറച്ചു അല്ലേ? ചത്താലും പറ്റാലും എത്ര ദിവസമായിരുന്നു? എത്രയായിരുന്നു? 16. ഇപ്പൊ പിന്നെ നമ്മളത് എന്ത് ചെയ്തു? ഇപ്പൊ 10 മതി ഇല്ലേ? 10 മതി എന്നൊക്കെ. 10 ആയാലും 16 ആയാലും പുലയും ചത്ത വിലയും തെറ്റ വിലയും നമ്മൾ പിന്നെ അതിനെ ഒരു സന്തോഷത്തോടു കൂടിയാണ് വാലായ്മ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞിട്ടുള്ള ശരിക്കും ആ സമയത്തുള്ള ഒരു കുട്ടിക്കും അമ്മയ്ക്കും വേണ്ട ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന സമയവും സാഹചര്യത്തെയും സാമൂഹികമായിരിക്കുന്ന തലങ്ങളിൽ കൊണ്ടുപോകുവാനുള്ള നിശ്ചിത ദിവസമായിരുന്നു ഏത്? വാലായ്മ. കാരണം ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കുഞ്ഞിനും അതുപോലെ തന്നെ അമ്മയ്ക്കുമാണ്. അത് പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 41, 90. ലോക്ക്ഡൌൺ വരെ എത്രയായിരുന്നു? അങ്ങനെ ഒരു ചടങ്ങ് തന്നെ 28. അത് തീരുന്നത് 28 ദിവസമല്ലാതെ ലോക്ക്ഡൌൺ ഒക്കെ. ലോക്ക്ഡൌൺ വെച്ചത് അതുകൊണ്ടാണ്. കാരണം എന്താണ്? ഇതൊരു ലോക്ക്ഡൌൺ കാലമാണ്. ഈ സമയത്ത് പല പരിമിതികളുണ്ട്. ആർക്ക്? അമ്മയ്ക്ക്. ഈ സമയത്ത് പ്രസവാനന്തരം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോമുള്ള പരിമിതികൾ, ഒരുപാട് പരിമിതികളുണ്ട്. അത് അവളുടെ വീട്ടിലാണ് അവൾക്കത് സുരക്ഷിതത്വം. അതുകൊണ്ടാണ് ആ വീട്ടിൽ സുരക്ഷിതത്വത്തോടുകൂടി അന്യ ആൾക്കാരൊന്നും അവിടേക്ക് വരരുത്, കുഞ്ഞിനും അമ്മയ്ക്കും ഇൻഫെക്ഷൻ ഉണ്ടാകും. ആ 28 ദിവസം കഴിഞ്ഞ് പൂർണ്ണതയിലേക്ക് കഴിഞ്ഞു കഴിയുമ്പോഴേ കുഞ്ഞിനെ പുറത്തോട്ട് പോലും കൊടുക്കാവൂ. ഒരാളെ പോലും തൊടിക്കുന്നതാണ്. കുഞ്ഞിനെ വേറൊരാളെ കൊണ്ടുപോലും ഇപ്പൊ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോഴേ സെൽഫിയാണ്, സ്റ്റാറ്റസ് അത്രയും മാറും. ഇപ്പൊ എല്ലാവരുടെയും സ്റ്റാറ്റസ് ഒക്കെ മാറും. അപ്പൊ അതാണ് കാലത്തിൻ്റെതായ അവസ്ഥകളാണ്, അതിൻ്റെതായ ദുരിതങ്ങളാണ് ഇപ്പുറത്ത് നമുക്കുള്ളത് എന്ന് പറഞ്ഞാലും ശരി. എന്താണ് 28 കെട്ടെന്നാണ് നടത്തുന്നത്? അതിന്റെ കണക്കെന്താ? എത്ര 28 കിട്ടിയതാ? എന്താണ് 28 കെട്ട്? അല്ലാതെ അതെന്നാന്ന് ചോദിച്ചു. എന്തോ എന്നാ പിന്നെ 28 പറയേണ്ട കാര്യം 27 പറഞ്ഞത്. ആണും പെണ്ണൊന്നുമില്ല. ഒരു കുഞ്ഞ് ജനിച്ച നാൾ മുതൽ ആ നക്ഷത്രം വരുന്നത് എന്നാണോ അന്നാണ് 28. അശ്വതി നാളിൽ ഒരു കുഞ്ഞ് ജനിച്ചു, 27 രേവതി വരുമ്പോഴത്തേക്ക് 27 പൂർണ്ണമായിട്ട് വരുന്നത് എപ്പോഴാണ്? അശ്വതിയിൽ വരുന്നത്. ഒരു ചന്ദ്രമാസം പൂർത്തീകരിക്കപ്പെടും. ചന്ദ്രനിൽ നിന്നും പരിപൂർണമായിട്ട് കുഞ്ഞില് ബീജബലം ഉണ്ടാകുന്നത് ഒരു ചന്ദ്രമാസം പൂർത്തിയാക്കപ്പെടും. അങ്ങനെ ഒരു ചന്ദ്രമാസം പൂർത്തിയാകപ്പെടുന്ന സമയത്താണ് കുഞ്ഞിനെ ഈ 28 എന്ന് പറയുന്ന ചടങ്ങ് കിട്ടുന്നത്. അത് കുഞ്ഞ് ജനിച്ച നാള് തന്നെ വരും. അതിനകത്ത് ആണെന്നോ പെണ്ണെന്നോ ഒരു വകഭേദങ്ങളുമില്ല. ഇത് വ്യക്തമായ നിയമമാണ്.
ഇതിനകത്തിൽ വരുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ഈ എണ്ണം നോക്കും ദിവസത്തിൽ. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ 27-ാം ദിവസമായിരിക്കും ചിലപ്പോൾ അത് വന്നത്. നാളെ നോക്കും, ചില ദിവസം 2 നാളൊക്കെ വരുമല്ലോ. അപ്പുറത്തെ വീട്ടിൽ 27 വന്നു, അത് അപ്പുറത്തെ വീട്ടിൽ 27-ാം ദിവസമായിരുന്നു, പിന്നെ ഇവിടെ മാത്രം 28-ാം ദിവസം, അതുപോലെയുള്ളൂ എന്ന് പറയും. അങ്ങനെയാണ് ഈ നാള് വരുന്നത് എന്നാണ്, അന്നാണ് 28 കെട്ടുകാലം. അതിന് പഞ്ചലോഹങ്ങളും ഒക്കെ ഉപയോഗിക്കും. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലൊക്കെ ആചരിക്കപ്പെടും. ഇതിന്റെ പരിപൂർണതയിലേക്ക് കുഞ്ഞിനെ എത്തിക്കഴിഞ്ഞിട്ട് ഇതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഇതിന്റെ ഇരട്ടി വേണം ആർക്ക്? അമ്മയ്ക്ക്. അതുകൊണ്ട് എന്താണ് 56ന്റെ ചടങ്ങ്? ഇപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ പോലും 56 എന്ന് പറയുന്ന ചടങ്ങാണ്. അപ്പോഴേക്കും അമ്മയുടെ ശരീരം എന്താവും? ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക് വരും. അതുവരെ അമ്മയുടെ ശരീരം എല്ലാം ഇളകി മാറിയൊക്കെ ഇരിക്കും. അതൊരു പൂർണ്ണതയിലേക്ക് സ്വസ്ഥം. ഈ 56 വരെ, 56 കഴിഞ്ഞിട്ടേ പണ്ട് കാലത്ത് വീടിന് വെളിവിടുന്നത് ഇല്ലേ? ഇപ്പൊ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ അവധിയില്ലല്ലോ. അതുകൊണ്ട് അത് സാഹചര്യങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് ഇപ്പുറത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അനവധിയാണ്. കാലാനുസൃതമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും പല വഴിയിൽ പല രൂപഭാവങ്ങളിലാണ് നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഈ 28 എന്ന് പറയുന്ന, അല്ലെങ്കിൽ യഥാർത്ഥമായിരിക്കും അന്നാണ് അതിന് പേരിടിയിലൊക്കെ നടക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാരിൽ അതെന്ത് 10 ദിവസം വാലായ്മ കഴിഞ്ഞുള്ള ദിവസം കുഞ്ഞിന് പേര് ഇടുന്ന ചടങ്ങ്. അങ്ങനെ ഈ പേരിടുന്ന ചടങ്ങിന് മുമ്പായിട്ട് ഇങ്ങനെ അശുദ്ധിയുള്ള കാലത്ത് ഈ കൊട്ടാരത്തിൽ കൃഷ്ണന്റെ അടുക്കലേക്ക്, യശോദയുടെ അടുക്കലേക്ക് ഒരാളെത്തി. ഈ ആള് ഒരു സ്ത്രീയാണ്. കാരണം കംസനോട് അവിടെ ദേവി പറഞ്ഞു, നിന്നെ കൊല്ലാനുള്ള ആൾ അവിടെ റെഡിയാണ്. അപ്പോൾ ഉടനെ ജനിച്ച കുഞ്ഞുങ്ങൾ ആരൊക്കെയുണ്ട് അവരെ എല്ലാത്തിനും കൊന്നു കളയാൻ ഒരു പ്രോജക്ട് തയ്യാറാക്കി. അത് ആര് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തതാണ്. ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തതാണ്. അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്തു? കൊടും വിഷവുമായിട്ട് കുട്ടികളെ കൊല്ലാനായിട്ട് ഇറങ്ങി. അങ്ങനെ ആ നാട്ടിലുള്ള കുട്ടികളെ എല്ലാം ഇങ്ങനെ കൊന്നു വന്ന് ഇന്നടത്ത് ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് അതിനെ കൊല്ലാനായിട്ട് അവിടെ ചെയ്തു. അതീവ സുന്ദരിയായിരിക്കുന്ന വേഷം ധരിച്ചു യശോദാദേവിയുടെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണം, കുഞ്ഞിനെ ഒന്ന് എടുക്കണം എന്ന്. എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പോയി കുഞ്ഞിനെ എടുത്തു. മുലക്കണ്ണിൽ വിഷം പുരട്ടി അതിൽ പാല് കുടിക്കാനായി ഭഗവാൻ തുടങ്ങി. അതിലെ വിഷങ്ങളെയെല്ലാം മുഖം കൊണ്ട് തൂത്തുമാറ്റിക്കൊണ്ട് ഭഗവാൻ അതിൽ നിന്നും പ്രാണനെടുത്തു കഴിച്ചു എന്നാണ്. അങ്ങനെ പ്രാണനെടുത്ത് കഴിച്ച ഭഗവാൻ. അപ്പോ എന്തായി? ആ സ്ത്രീ ഒരു ബീഭത്സമായിരിക്കുന്ന, ഭീകരമായിരിക്കുന്ന രൂപം ധരിച്ചു കഴിച്ചു. അങ്ങനെയാണ് ആ സ്ത്രീ മരിക്കുന്നത്. നമ്മൾ പറയും ആരാന്ന് പറയും? പൂതനയാണെന്ന്. പക്ഷെ അതിന് പറഞ്ഞ പേരെന്താണെന്നറിയോ? ആ ഭാഗത്തിന് പൂതനാവധം എന്നാണോ? പൂതനാമോക്ഷം. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? ഒരു 4 കിലോ വരെ തൂക്കിക്കഴിയും. 12:45 ഒരു 4 കിലോ, 1 മണിയാകുമ്പോഴത്തേക്ക് 5.5 കിലോ ഞങ്ങൾ തൂക്കി അവിടെ കവറിൽ വെക്കും, ഇല്ലയോ? ഭയങ്കര കൃഷ്ണാവതാരം നടക്കുക ഇവിടെ. അപ്പൊ അങ്ങനെ എന്തായി? പൂതന വന്നു. ഇങ്ങനെ പൂതന വന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ കൊന്നു കഴിഞ്ഞപ്പോ, പൂതനെ കൊന്നപ്പോ അതിന് പറഞ്ഞ പേര് പൂതനാമോക്ഷം എന്ന് പറഞ്ഞു. ഇപ്പൊ ബഹുലാസ രാജാവ് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞത് പൂതനെ കൊല്ലുമല്ല, അതല്ലേ പറയണ്ട. അതിന് പറഞ്ഞ അങ്ങനെയൊന്നുമല്ല. അതിനൊരു കാരണമുണ്ട് പൂതന പറയാൻ. ഭഗവാൻ വാമനാവതാരം എടുത്ത സമയത്ത് ഭഗവാൻ ഇങ്ങനെ വാമനമൂർത്തിയായിട്ട്, ചിങ്ങമാസത്തിലെ തിരുവോണം നമ്മൾ പറയുന്നത് എന്താണ്? വാമന ജയന്തിയാണ്. നമ്മൾ പറയുന്നത് എന്താണ്? മഹാബലി വരുന്നതാണ്. മഹാബലിക്ക് വരാൻ വെച്ചിരുന്ന ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറയുന്നത്. ആ തിരുവോണ ദിവസം നമ്മുടെ മഹാബലിയെ കാണിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് എത്ര നല്ല ആളായിരുന്നു എന്നറിയാം മഹാബലി എന്ന് പറയുന്നത്. എത്ര വൃത്തിയുള്ള ആളായിരുന്നു. ഇത് നമ്മളെ കൊമ്പം മീശയും വെച്ച്, കുടവേറും വെച്ച്, ഓലക്കുടയൊക്കെ ചൂടി എന്ത് വികൃതമായിട്ടാണെന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ
നമ്മുടെ ആൾക്കാർ തന്നെ ഈ മഹാബലിയെ കാണിക്കുന്നു. മഹാബലി എന്ന് പറയുന്ന മാവേലി നാട് വാണിയിടുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന മര്യാദയോടും ബഹുമാനത്തോടും കൂടി പറഞ്ഞ മഹാബലി തമ്പുരാൻ. അദ്ദേഹം ആരാന്നറിയാമോ? പ്രഹ്ലാദന്റെ കൊച്ചുമകൻ. അപ്പൊ ദൈവീകമായിരിക്കുന്ന സാന്നിധ്യമുള്ള ആളാണ്. അപ്പൊ ഭഗവാൻ വന്ന് നമുക്ക് ഈ മഹാബലിയെ ചവിട്ടി താഴ്ത്തി കൊന്നു കളഞ്ഞൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുക്കുകയും കൂടെ ചെയ്യുക. മഹാബലിയെ കാണിച്ചതോ കൊമ്പമീശയും കൊടവയറും കോലക്കുടയും കൊണ്ടൊക്കെയാണ് മഹാബലിയെ നാട് നീളെ റോഡ് നീളെ നടത്തി ആക്ഷേപിക്കപ്പെടുന്നത്. നമ്മുടെ സംസ്കാരത്തിലുള്ളൂ. നമ്മൾ അതൊക്കെ ഓണമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു മഹാബലിയൊക്കെ വേണം നമ്മൾ പറയുന്നതാണ്. എന്ത് വേണം? മഹാബലി തമ്പുരാനെ ആർഭാടത്തോടു കൂടിയൊക്കെ ഉണ്ടാക്കണം, ഇങ്ങനെ കൊണ്ടുവരണമെന്ന് തോന്നുന്നിടത്ത് ഇവന്റെയൊക്കെ വീട്ടിലുള്ളവരുടെ രൂപം ധരിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ അവൻ എത്രമാത്രം വേദനിക്കുന്നുവോ അത്രമാത്രം വേദനിക്കണം നമുക്ക്. നമ്മുടെ സംസ്കാരത്തിലുള്ള ദൈവികമായിരിക്കുന്ന സ്വഭാവമാണ്, ദൈവികമായ സ്ഥാനം കൊടുത്തവർ ആ മഹാബലി. ആ മഹാബലി തമ്പുരാനെയാണ് റോഡ് നീളെ ആക്ഷേപിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശക്തമായി പ്രതികരിക്കുവാൻ, പ്രതിഷേധിക്കുവാനുള്ള തന്റെ നമുക്ക് ഹിന്ദുക്കൾക്കില്ലാതെ. നിനക്കിത് ഒഴുകണമെങ്കിൽ നിന്റെ വീട്ടിലുള്ളവരുടെ വേഷം ധരിച്ച് നീ ആദ്യം പാ, അല്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ളവരുടെ വേഷം ധരിച്ച് ഞങ്ങൾ വന്നിവിടെ മോശമായ രീതിയിൽ നിൽക്കുമ്പോൾ നിനക്ക് എത്രമാത്രം വേദനിക്കുന്നുവോ അത്രമാത്രം വേദനിക്കുന്നുണ്ടടാ ഞങ്ങൾക്ക് ഈ രൂപം ധരിച്ചു കൊണ്ടുവരുമ്പോൾ. നീ മഹാബലി തമ്പുരാനായി നീ കൊണ്ടുപോകും. അത് പറയുമോ നമ്മൾ? ആരെങ്കിലും എന്തെങ്കിലും കാണിക്കട്ടെ. നമ്മളിൽ ആരാ? പ്രശ്നവാദി ഗുരു മൗനീകമേഘ സ്തംഭമൂലകെ പ്രേക്ഷകോ ബാണ. ഈ 7 പേരിലാവും നമ്മളെന്ന്. അതായിരുന്നു. അപ്പൊ അങ്ങനെ മഹാബലി തമ്പുരാന്റെ കൊട്ടാരത്തിലേക്ക് വാമനമൂർത്തി ഇങ്ങനെ ദൂരേന്ന് വരുന്നത് കണ്ടപ്പോ ദശവന്റെയും അതിഥിയുടെയും മകനായിരിക്കുന്ന വാമനമൂർത്തി ഇങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പോൾ ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഇരുന്നുകൊണ്ട് ഒരു സ്ത്രീ മനസ്സിൽ വിചാരിച്ചു. ആ രാജകൊട്ടാരത്തിൽ ഒരു സ്ത്രീ മനസ്സിൽ വിചാരിച്ചു, എന്തു ഭംഗിയുള്ള ഒരു കുഞ്ഞ്, ഇത്രയും ഭംഗിയുള്ള ഒരു കുഞ്ഞിനെ ഒന്ന് മുലയൂട്ടുവാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇത് ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, തഥാസ്തു, നിനക്കത് സംഭവിക്കട്ടെ. അങ്ങനെ മഹാബലിയുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോ ഈ ആള് തന്നെ വിചാരിച്ചു, ഇവനെ എന്റെ കയ്യിൽ നിന്ന് കൊല്ലാൻ കിട്ടിയായിരുന്നു. കൊല്ലണമെന്ന് പറഞ്ഞില്ല, ഒന്ന് കൊല്ലാൻ കിട്ടിയിരുന്നു. അപ്പൊ പറഞ്ഞു, അതും തഥാസ്തു. അവിടെ വാക്ക് കൊടുത്തു പോയോ? ഭഗവാനെ വിളിച്ചാണ് ചോദിച്ചത്, എന്റെ ഭഗവാനെ ഇവനെ എനിക്ക് കൊല്ലാനൊന്നും കിട്ടിയായിരുന്നു. ഭഗവാൻ തന്നെ വേണ്ട ഇത് കൊടുക്കാൻ. ഭഗവാൻ പറഞ്ഞു, അതും തഥാസ്തു, അതും സംഭവിക്കട്ടെ. ആദ്യത്തെയും സംഭവിക്കട്ടെ, രണ്ടാമത്തേത് സംഭവിക്കട്ടെ. അതവിടെ ബാലൻ സംഭവിച്ചിരുന്നു. വാമനമൂർത്തിയായി അവതരിച്ച സമയത്ത് അതിനാദ്യം കൊടുത്തു ചാൻസ്. ഇവിടെ എന്ത് ചെയ്തു? ഭഗവാൻ ജനിച്ച ഉടനെ ആരായി വന്നു? പൂതനയായിട്ട് ഇവിടെ വന്നു. കംസന്റെ സഹോദരിയായിക്കൊണ്ട്. കംസന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ നേരിട്ട സഹോദരിയല്ല. കാരണം എന്താണ്? കംസന്റെ ഒരു കൂട്ടുകാരനുണ്ട്, നരകാസുരൻ എന്ന് പറയും. നരകാസുരന്റെ സഹോദരിയാണ് പൂതന എന്ന് പറയും. ഈ നരകാസുരന്റെ ജയിലിൽ കിടന്ന സ്ത്രീകളാണ് ആര്? 16,000 സ്ത്രീകൾ. ഈ 16,000 സ്ത്രീകളെ ഈ നരകാസുരനെ കൊന്നു കഴിഞ്ഞ് ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞപ്പോ വീട്ടിൽ വിട്ടപ്പോ വീട്ടുകാർ സ്വീകരിക്കുന്നത് ജയിലിൽ കിടന്ന സ്ത്രീകളായതുകൊണ്ട് വീട്ടിൽ കയറ്റില്ല. അപ്പൊ അതുകൊണ്ട് തിരിച്ച് ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എന്നെ ഞങ്ങളെ ജയിലിൽ തന്നെ ആയാൽ നമുക്ക് 3 നേരം ആഹാരമെങ്കിലും കിട്ടും, അതുകൊണ്ട് ഞങ്ങളെ ജയിലിൽ കൊണ്ടിട്ടേക്കാം. ഭഗവാൻ പറഞ്ഞു, അതല്ല, സ്ത്രീക്ക് സമത്വമല്ല വേണ്ടത്, പിന്നെന്താണ്? സ്ത്രീക്ക് സുരക്ഷിതത്വമാണ്. അത് ആദ്യം പറഞ്ഞാണ് ഭഗവാൻ. എന്നിട്ട് എന്ത് ചെയ്തു ഭഗവാൻ? നിങ്ങൾക്കെല്ലാം രാജകീയ പദവിയാണ് അവിടെ കൊടുത്തത്. രാജപത്നി പദവി കൊടുത്തു കൃഷ്ണൻ ഈ 16,000 സ്ത്രീകൾക്ക്. ആ 16,000 സ്ത്രീകളെ എന്തായി? ഭഗവാന്റെ പത്നി പദം കൊടുത്ത് അവരെ സുരക്ഷിതമായി ഭഗവാൻ സംരക്ഷിച്ചു എന്നുള്ളതാണ്. അതിനെയാണ് ഈ 16,008 ഭാര്യമാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയമപരമായിട്ട് 16,008 ഭാര്യമാർ. പക്ഷേ സ്ഥാനം കൊണ്ട് ഈ 16,008 ഉണ്ടെങ്കിൽ പോലും അവസ്ഥ അങ്ങനെയല്ല. ഇവർക്ക് പദവി കൊടുത്ത് ഇവരെ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ട കാലത്താണ് എന്നത്. ആ നരകാസുരന്റെ സഹോദരിയാണ് ആര്? പൂതനയായി വന്ന ഈ സ്ത്രീ. അങ്ങനെ പൂതനയെ
മോക്ഷം കൊടുത്തതാണ് ഇവിടെ. പൂതനെ കൊന്നതല്ല. പൂതന പറഞ്ഞിരുന്ന വാക്ക് അത് അന്വർത്ഥമാക്കിക്കൊണ്ട് ആ പൂതനെ കൊണ്ടുവന്ന അവസ്ഥയെ പൂർണ്ണതയിലേക്ക് എത്തിച്ച ഭാഗമാണ് ഈ പറയുന്ന പൂതനാമോക്ഷം എന്ന് പറയുന്ന ഭാഗം. ആ പൂതനാമോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ട്, ഇല്ലേ? നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു മാനസികമായിരിക്കുന്ന പ്രതിഷേധം, അത് നമ്മൾ ഒരിക്കലും ആരോട് കാണിക്കരുത്? കുഞ്ഞുങ്ങളോട് കാണിക്കരുത്. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ നമ്മൾ അത് കാണിക്കരുതെന്നാണ്. അങ്ങനെ കാണിച്ചാൽ വരുന്ന ജന്മം നമുക്ക് ദുരിതങ്ങളുണ്ട്. കുട്ടികളെ കുറ്റം പറയരുതാത്തത് രണ്ടുപേരല്ല. ഒന്ന് കുട്ടികള്, രണ്ട് രോഗികള്, മൂന്ന് പ്രായമുള്ളവര് എന്ന് പറയും. അങ്ങനെയുള്ളവരെ ഒന്നും കുറ്റം പറയരുത്. കുറ്റം പറഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? കുറ്റം പറഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ഉണ്ടോ? ദോഷമുണ്ടോ? ഓ പിന്നെ ഭാവിയിൽ ഉണ്ടാവും. അതിനൊരു കഥയൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഉച്ചക്കത്തെ നിർത്താം. പണ്ടൊരു രാജാവിന് ഒരു ഭയങ്കര ആഗ്രഹം. ആ നാട്ടിലുള്ള എല്ലാവർക്കും നല്ല പായസം വരും. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? ഒരു വലിയ പാത്രം നിറയെ പായസം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഈ പായസം എല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ വിളമ്പാനായിട്ട് രാജാവ് ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് ചെന്ന് ഇങ്ങനെ പായസം എടുക്കാനായി തുടങ്ങിയപ്പോൾ ഉണ്ട് ഈ പായസം വെക്കാൻ വെച്ചിരുന്ന പന്തലിൽ ഒരട്ട ഈ പായസത്തിന് മണ്ടയ്ക്ക്. രാജാവ് കണ്ടു. നമ്മളതെന്ത് ചെയ്യും? അട്ട വിഷമുള്ളതാണോ? അല്ല. ഇന്ന് നോക്കിയിട്ടില്ല, അതുകൊണ്ട് അറിയുന്നില്ല. അതിപ്പോലും ജാതിയാ. ഞങ്ങളുടെ ജാതിയിലുള്ള ആൾക്കാർ വരെ ഉണ്ടെന്നാവും, ഇല്ലേ? അല്ലേ? അട്ടയിൽ പോലും ജാതി പറയും. നമുക്കല്ല അഭിമാനമില്ല. ഏതായിക്കോട്ടെ വീഴട്ടെ. അട്ട അപ്പോഴാണ് വീണത്. അപ്പൊ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ഈ അട്ട വീണ ഭാഗം എടുത്ത് കളയാൻ, ഇല്ലെങ്കിൽ ഈ ആഹാരം മുഴുവൻ അട്ട വീണ ഭാഗം കളഞ്ഞിട്ട് ഇത് വിളമ്പോ, അല്ലെങ്കിൽ ആഹാരം മുഴുവൻ എടുത്ത് കളയാം. നിങ്ങൾ അത് എന്തോ എന്നിട്ട് ഞാൻ തെളിവ് തരാം. അത് നിങ്ങളുടെ ആൻസർ കേട്ടിട്ട് ഞാൻ തെളിവ് തരാം. അരിച്ചന്റെ വീട്ടിലെ കാര്യം തീരുമാനമാണ്. ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോ ചായ സന്തോഷം പറയും, അല്ലേ? അതെ. എല്ലാരും പറയുമ്പോ ഞാൻ പായസം മൊത്തം എടുത്താൽ കളയും പറഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ എന്ത് ചെയ്യും? ചായ അവിടെ 2 ഗ്ലാസ് ചായ ഇരിപ്പുണ്ട്, അതിനകത്ത് നിറച്ച് ചോനൽ. ഇപ്പൊ എന്ത് ചെയ്യും? നമ്മൾ പറയും പിന്നെ ചോനൽ കണ്ണിന് നല്ലതല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ചോനലൊക്കെ ഇത് ചായയൊക്കെ ചൂടാക്കി അരിപ്പോണ്ട് അരിച്ച് ചായയൊക്കെ ഒന്ന് അരച്ച് എന്ത് ചെയ്യും? നമുക്ക് കൊണ്ടുതരും, ഇല്ലേ? പിന്നെ നമ്മൾ പല രീതിയിൽ ആഹാരത്തില് മാലിന്യങ്ങള് കാണിക്കുന്നു. ആഹാരം ഈ ലോകത്ത് മഹാഭാവങ്ങളിലൊന്നാണ് ആഹാരത്തിനകത്ത് കള്ളത്തരങ്ങൾ കാണിക്കുക. നമ്മൾ ആള് കൂടുമ്പോ വെള്ളം എടുത്തൊഴിക്കുക, ദേവന്റെ ആഹാരം നമ്മൾ മോഷ്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള മഹാഭാവങ്ങളുണ്ട്. നരകത്തിൽ പോകാനുള്ള എളുപ്പമാർഗങ്ങൾ ഏതാണെന്ന് ഭാഗവത്തിൽ ചോദിച്ചാൽ അവർ പറയുന്നതിനകത്താണ് ആഹാരം ഭഗവാന്റെ ദേവന്റെ സ്വത്ത് കൊണ്ടുപോകുന്നത്. അമ്പലത്തിലെ എണ്ണ തലയിൽ തേച്ചാൽ അതുവരെ നമ്മൾ താഴെ ചെല്ലുമ്പോ പുളിയില കൊണ്ട് കോരേണ്ടി വരുമെന്നാണ്. കുറെ കോരേണ്ടി വരും, അല്ലേ? അത്രമാത്രം ദേവന്റെ സ്വത്ത്, അത്രമാത്രം. അതിന് നമുക്ക് ഓരോന്നിനും അതിന് കണക്കുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ അട്ട വീണ ഭാഗം രാജാവ് നമ്മളെ പോലെ തന്നെ ആ ഭാഗം എടുത്ത് കളഞ്ഞിട്ട് പായസം എല്ലാവർക്കും വിളമ്പി എല്ലാവരും പായസമൊക്കെ കഴിച്ച് സന്തോഷമായി സംതൃപ്തി. എന്തോ ഒരു നല്ല പായസമായിരുന്നു. ഇതൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് എല്ലാവരും വീട്ടിൽ. അപ്പൊ അങ്ങനെ രാജാവ് വീട്ടിൽ കൊട്ടാരത്തിലൊക്കെ വന്ന് ഇങ്ങനെ ഉറങ്ങാനായിട്ട് കിടന്നപ്പോൾ അവിടെ ഒരാൾ ചെന്നു. നാരായണ നാരായണ വിളിച്ചുകൊണ്ട് ആര് ചെന്നു? നാരായണ
മഹർഷി എന്നിട്ട് പറഞ്ഞു, അത് നിങ്ങൾ അറിഞ്ഞു കേട്ടോ. അപ്പൊ എന്തു അന്വേഷണം പറഞ്ഞു, അട്ട വീണ ആഹാരം എടുത്ത് മാലിന്യം വീണ ആഹാരം എടുത്തത് കൊണ്ട് കൊടുത്തത് കൊണ്ട് നിനക്കൊരു ശിക്ഷ വന്നിട്ടുണ്ട്. അതെന്താ ചോദിച്ചു, 1,00,000 പേരാ പായസം കഴിച്ചു. പായസം കഴിച്ചത് എത്ര പേരുണ്ടായിരുന്നു? 1,00,000 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് 1,00,000 അട്ടയെ നീ കഴിക്കേണ്ടി വരും. രാജാവ് പറഞ്ഞു, അത് മരിച്ചു കഴിയുമ്പോ കഴിച്ചാൽ മതി, ധൃതിയൊന്നും വെക്കണ്ട. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, നമുക്ക് അവധിയുടെ വിഷയമൊന്നുമില്ലല്ലോ അന്നേരം. അപ്പൊ എന്തായിരുന്നാലും ഇത് കഴിക്കാം. അതറിയില്ല, അതെങ്ങനെയാണ് കഴിക്കാം. അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോ അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാജാവ് നാരദനോട് ചോദിച്ചു, ഇതിൽ നിന്നൊരു രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ട്? അപ്പൊ പറഞ്ഞു, ഉണ്ട്, അതിന് നിന്റെ കുറ്റം ആരെങ്കിലൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇനി മൊത്തം കേൾക്കണം. അങ്ങനെ രാജാവ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോ രാജാവിന്റെ മകള് എന്ത് ചെയ്തു? മകള് പറഞ്ഞു, അച്ഛൻ ഞാൻ ഒരു ഉപായം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതലെല്ലാം മകളാണ് അച്ഛന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. രാവിലെ അച്ഛനിലേക്കും അച്ഛന്റെ കാര്യങ്ങളെല്ലാം മകളാണ് വന്ന് നോക്കുന്നത്. അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോ ആ രാജ്യത്ത് ഒരു മഹർഷി, ഒരു ഗുരുവിന്റെ പത്നിയും കൂടെ വന്നു. അപ്പൊ അവരവിടെ താമസിക്കാനായിട്ട് തുടങ്ങിയപ്പോ ഗുരുപത്നിയോട് ആരോ പറഞ്ഞത് കേട്ടിട്ട് ഗുരുപത്നി ഗുരുവിനോട് എന്ന് പറഞ്ഞു, ഇവിടെ താമസിക്കാൻ കൊള്ളത്തില്ല, ഇവിടുത്തെ രാജാവ് വളരെ മോശക്കാരനാണ്. അപ്പൊ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, സ്വന്തം മകളെ ഭാര്യയായി കാണുന്ന ആളാണ് ഈ രാജാവ്. അപ്പൊ അവിടെ നമ്മൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല, നമുക്ക് എത്രയും പേർ കൊടുത്ത് പോകാം. അപ്പൊ ഗുരു ഇങ്ങനെ മനസ്സിലാലോചിച്ചിട്ട് പറഞ്ഞു, അവസാനം ഒരട്ടയുണ്ടായിരുന്നു. അത് ആർക്കാ കിട്ടിയത്? അങ്ങനെയൊക്കെ ബാക്കിയുള്ളവരെല്ലാം ഇത് പറഞ്ഞ് ഈ അട്ടയെ തിരിച്ചു മേടിച്ച് അവസാനം ഉണ്ടായിരുന്ന ഒറ്റ അട്ടയുണ്ട്. അത് ആർക്ക് കിട്ടി? ഈ ഗുരുവിന്റെ പത്നിക്ക് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ആരുടെയും കുറ്റം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം ഇരിക്കുന്ന നമ്മുടെ വീട്ടിൽ 2 കെട്ട് അട്ടയ്ക്ക് കയറി വരുന്നതാണെന്നില്ലേ. ഇവിടുത്തെ അല്ല. അപ്പോ നമ്മൾ ഒരാളുടെ ഒരു കുറ്റം പറഞ്ഞാൽ അവരിലെ ഒരു ദുരിതം നമുക്ക് വരും. നമ്മൾ പറയത്തില്ല, അയ്യോ അവനെ ഈ ദുഷ്ടന്മാരെന്താ ഇങ്ങനെ പലപോലെ വളരുന്നതെന്ന്. അവര് ദുഷ്ടത ചെയ്താലും അവരിൽ പാപമില്ലെന്നുള്ളതാണ് സത്യം. നമ്മൾ ഇന്നങ്ങ് പറയും, അവര് ചെയ്യുന്ന പാപത്തിന്റെ ഫലം എല്ലാവരും മേടിക്കും. നമ്മൾ തച്ചിട്ട് നമ്മളന്ന് മേടിക്കും. നമ്മുടെയും പോകുന്നുണ്ട്. 10 അട്ട നമ്മൾ കൊടുക്കും, 10 അട്ട നമ്മൾ മേടിക്കും, വീണ്ടും 10 അട്ട നമ്മൾ കൊടുക്കും, 10 അട്ട നമ്മൾ ഇങ്ങനെ ഇവന്റെയൊക്കെയായിട്ട് ഇങ്ങനെ നമ്മൾ നിൽക്കും. അപ്പൊ അങ്ങനെ ദുരിതങ്ങൾ നമ്മളിൽ വന്ന് ഭവിക്കും. ഇങ്ങനെ ദുരിതങ്ങൾ നമ്മളിൽ വന്ന് ഭവിക്കരുത്. അങ്ങനെ ഭവിക്കപ്പെട്ടാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമുക്ക് ദുരിതമായി വന്ന് ഭവിക്കുന്നു. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മൾ തോന്നില്ലേ, നമുക്കൊരു നന്മ ഉണ്ടാവാത്ത, എനിക്കെന്താ ഒരു നല്ലത് ഉണ്ടാകാത്തത് എന്ന് ചിന്തിക്കുന്നതിന്റെ കാരണം ഇതാണ്. ചെയ്യുന്നതിൽ എവിടെയോ ഒരു ചെറിയ പോരായ്മ നമുക്ക് ഉണ്ടാകും. ആ പോരായ്മകൾ കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ചെയ്തതിന്റെ പരിപൂർണതമായിരിക്കുന്ന ഫലം നമുക്ക് ലഭിക്കാം. ആ പരിപൂർണമായിരിക്കുന്ന ഫലം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഇതുണ്ടാകണം, സത്യസന്ധമായിരിക്കുന്ന ഭക്തിയെ ഭഗവാനിലേക്ക് സമർപ്പിക്കപ്പെടും. ആ സത്യസന്ധമായിരിക്കുന്ന നിർമ്മലമായിരിക്കുന്ന ഭക്തി നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകുന്നതിന് കാരണം എങ്ങനെയാകണം നമ്മുടെ ഭക്തി എന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് രാധാദേവിയെ കൊണ്ട് നമുക്കത് പറയാം. രാധാദേവി വന്നു. നീ രാധാദേവിയുടെ കഥകളാണ്. അതുപോലെ തന്നെ ഇനി കംസന്റെയും അതുപോലെ തന്നെ വസുദേവരുടെയൊക്കെ മുജ്ജന്മം എങ്ങനെയായിരുന്നു എന്നും രാധയുടെ അച്ഛന്റെ അമ്മയുടെ വൃഷഭാനുവിന്റെയും കീർത്തിയുടെയും പുനർജന്മം എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് ഉച്ച കഴിഞ്ഞ് പറയാം. ആഹാരമെല്ലാം ഭഗവാന്റെ അടുക്കൽ വിളമ്പി വെച്ചു. ഭഗവാനൊരു നിവേദ്യവും കൂടെ നടത്തി ദീപാരാധനയോടുകൂടി മധ്യാഹ്നം വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഭഗവത് പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഉച്ച കഴിഞ്ഞ് നമുക്ക് തുടങ്ങണം.
ഇത്രയും ത്രാസ് ഞാൻ കാണണമല്ലോ എന്നുള്ളതാണ്. ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ചാരി കഴിയുമ്പോഴത്തേക്ക് സന്തോഷമായി അല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു അതുപോലെ ചെയ്യും. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ആ നിവേദ്യം കൂടെ ഭഗവാന് ഒരു ത്രിമധുര നിവേദ്യം നടത്തി എല്ലാ വിധത്തിലുള്ള നമുക്കൊരു ഭക്ഷണത്തിന് ഒരു നാമം കൂടെ ജപിച്ചിട്ട് ഒരു ദാരിദ്ര്യധന സ്തോത്രം നമുക്ക് ജപിക്കാം ഇല്ലേ? ദാരിദ്ര്യധന സ്തോത്രം ജപിച്ച് നമുക്ക് അധ്യാനം വരെയുള്ള ഭാഗങ്ങൾ ഭഗവത്പാദങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഒരു 4 മുമ്പ് അവര് വരുമ്പോ അവർക്ക് വൈകിട്ടാണ് ഗംഭീര പരിപാടി. വൈകിട്ട് രാധയുടെ കൃഷ്ണന്റെ കല്യാണമൊക്കെ. രാധാകൃഷ്ണ വാഹു ഡാണ്ടിയാറാസ് ഉണ്ടല്ലോ അല്ലേ? ഹരിച്ചേട്ടാ ഡാണ്ടിയാറാസ് ഉണ്ടല്ലോ അല്ലേ? ഏകദേശം ഡാണ്ടിയാറാസ് പോലെ. അതെ, നമ്മളെല്ലാവരും വിളിച്ചാൽ. അപ്പൊ അങ്ങനെ നമുക്ക് ദാരിദ്ര്യ സ്തോത്രം നമുക്ക് ജയിക്കാം. എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ച് ഉറങ്ങുന്നവരെ ഉറക്കമൊക്കെ മാറ്റിവെച്ച് അല്പസമയം ഇന്ദിരാദേവിയോടൊന്ന് അടുത്ത രസതയിലേക്ക് ഇരിക്കാൻ പറഞ്ഞ് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. എന്താണ്? ദാരിദ്ര്യ ദുഃഖം എന്നെ മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിത് പറയുന്നോണ്ട് എന്നോട് ദേഷ്യം പറഞ്ഞോണ്ടോ? എന്നാൽ 7 ദിവസം ഞാൻ പറയും. 7 ദിവസം ഞാനിത് പറയണം എന്നുള്ളതാണ് എന്റെ ഈ സ്ഥാനത്തിന്റെ ബലം. പണ്ട് ഈ മഹാഭാരതത്തില് ഈ ഭീഷ്മര് ഇങ്ങനെ ശരസയെ കണ്ടപ്പോ കൃഷ്ണൻ എന്ന് കാണുന്നു. അപ്പൊ കൃഷ്ണനെ കണ്ടപ്പോ കൃഷ്ണനോട് ചോദിച്ചു, എനിക്കൊരു സംശയമാണ്. എന്തോ ചോദിച്ചു? പറഞ്ഞു, സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്ന ഒരേ ഒരു വരം കിട്ടിയ ഒരേ ഒരാൾ ഈ ലോകത്ത് ഞാനാണ്, ഭീഷ്മൻ. അപ്പൊ എന്നിട്ട് എനിക്ക് എന്താ കൊണ്ട് കഴിക്കാൻ പറ്റാതെ ഞാൻ എത്ര ദിവസം കൊണ്ട് വേദന നിന്നുമാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്. എന്താണ്? നിശബ്ദതയാണ് ഇതിന്റെ കാരണം. താങ്കൾ അങ്ങയുടെ നിശബ്ദത അതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങ് മഹാഭാരത യുദ്ധം ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപമാണ്. ആ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത്, അതും ഋതുമതിയായിരിക്കുന്ന ഒരു സമയത്ത്, ഒരു സ്ത്രീയെ അടുത്തുപോലും ചെല്ലാൻ പാടില്ലെന്നാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളെ അന്തഃപുരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് അവളുടെ മാനത്തിന് വില പറഞ്ഞപ്പോൾ, അതും സഹോദരതുല്യരായിരിക്കുന്നവർ മാനത്തിന് വില പറഞ്ഞപ്പോൾ നിശബ്ദനായിക്കൊണ്ട് തലകുനിച്ചവിരുന്നുമാണ്. ഭഗവാനെ ഞാൻ പറഞ്ഞ അവന്മാര് കേൾക്കത്തില്ല. എന്തുകൊണ്ട് കേൾക്കത്തില്ല? മോശക്കാരനാണോ ഭീഷ്മര്? ആരാണ് ഭീഷ്മരുടെ ഗുരു? ആരാണ്? പരശുരാമൻ. ഈ പരശുരാമനെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ച ആളാണ് ആര്? ഭീഷ്മര്. പിന്നെ ഭഗവാൻ കൃഷ്ണനെ തോൽപ്പിച്ച ആളാണ്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഈ യുദ്ധത്തിൽ ആയുധം എടുക്കത്തില്ലെന്ന് പറഞ്ഞ് ശപഥം ചെയ്തിട്ടാണ് യുദ്ധത്തിന് ചെന്നത്. എന്ത് ചെയ്തു? ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കും, എന്നാ ഒന്ന് കാണട്ടെ. ഇങ്ങോട്ട് യുദ്ധം തുടങ്ങി. അർജുനന് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആയുധം കൊണ്ടുള്ള ശരവേഗങ്ങൾ കണ്ടപ്പോ മനസ്സിലായി ഭഗവാൻ മനസ്സിലായി ആയുധം പിടിപ്പിക്കും. അങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്തു? തന്റെ രഥം തകർത്തപ്പോ താൻ ഇരുന്ന രഥവും കൂടി തകർത്തു ഭീഷ്മരെങ്കിൽ ഉടൻ തന്നെ ആ രഥത്തിന്റെ ചക്രമെടുത്ത് ഭഗവാൻ സുദർശന ചക്രമാക്കി ആ രണഭൂമിയിൽ നിന്നപ്പോ എന്ത് ചെയ്തു? ഭീഷ്മരിൽ നിന്ന് ആയുധം കൊണ്ട് താത്തു വെച്ചിട്ട് ഭഗവാൻ മുന്നിലോട്ടൊക്കെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, ഭക്തനോട് മത്സരിക്കാൻ ഭഗവാനായിട്ടില്ല. ഭക്തനായിരിക്കുന്ന അങ്ങയുടെ മുമ്പിൽ ഞാനിതാ അങ്ങയുടെ ഭക്തനായിരിക്കുന്ന ഞാൻ അങ്ങയുടെ തോൽപ്പിച്ചിരിക്കുന്നു. അങ്ങയെ കൊണ്ട് ആയുധം ഒളിപ്പിച്ച ആളാണ്. അപ്പൊ നിസ്സാരക്കാരനല്ല. നീ ചെയ്യരുത് എന്ന് ശക്തമായി പറയാൻ നിനക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, അങ്ങേക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവിടെ ആ തെറ്റ് സംഭവിക്കില്ല. പാഞ്ചാലി എല്ലാവരോടും ചോദിച്ചു, സഹായിക്കാൻ പറഞ്ഞു. ഒരാള് പോലും അവിടെ ഉണ്ടായിരുന്നില്ല ഭഗവാൻ ആ പാഞ്ചാലിയെ സഹായിക്കാൻ. എല്ലാവരും തലകുനിച്ചു നിന്നു. ആ തലകുനിച്ചു നിന്ന ആ നിശബ്ദതയുടെ ഒരു ഫലമാണ്, അല്ലെങ്കിൽ അതിന് കൊടുത്ത വിലയാണ്
ഇത്രയും ദിവസത്തെ വേദന. അപ്പൊ അതുകൊണ്ട് തെറ്റ് കാണുമ്പോൾ നമ്മൾ പറയാം. തിരുത്തിയോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. അത് ചെയ്യുമ്പോൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ചിലത് കാണുമ്പോൾ പറഞ്ഞു പോകും. അതെന്തുകൊണ്ടാണ്? അത് ഈ സ്ഥാനത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എല്ലാവരെയും കാണാവുന്നത് കൊണ്ടാണ്. പിന്നെ ഇത് കാണുമ്പോൾ എനിക്കൊരു ഉറക്കം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും തോന്നിയാൽ 7 ദിവസം പറയുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് പറയുകയാണ്. പോകുമ്പോൾ എന്തായിരുന്നാലും മട്ടയെല്ലാം വിട്ടിട്ടേ പോകുന്നു. അപ്പൊ പിന്നെ നമുക്ക് അക്കാര്യത്തിലും പേടിക്കണം. അപ്പൊ നമുക്ക് നാമം ജപിക്കാം. വിശ്വേശ്വരായ. തൊഴിലൊക്കെ ജപിച്ചാൽ ഭഗവാനെ കാണുന്നതിൽ സന്തോഷം. വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഗൗരിപ്രിയായ രജനീശകലാധരായ കാലാന്തകായ ഭുജഗാധിപകങ്കണായ ഗംഗാധരായ ഗജരാജവിമർദ്ദനായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ ഉഗ്രായ ദുഃഖഭവസാഗരതാരണായ. കിട്ടിയില്ല. ദുഃഖഭവസാഗരതാരണായ ജ്യോതിർമയായ ഗുണനാമസുകൃത്യകായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ചർമാംബരായ ശവഭസ്മവിലേപനായ ഫലേക്ഷണായ ഫണികുണ്ടലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. പഞ്ചാനനായ ഫണിരാജവിഭൂഷണായ ഹേമാംശുകായ ഭുവനത്രയമണ്ഡിതായ ആനന്ദഭൂതിവരദായ തമോമയായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഭാനുപ്രിയായ ഭവസാഗരതാരണായ കാലാന്തകായ കമലാസനപൂജിതായ നേത്രത്രയായ ശുഭലക്ഷണലക്ഷിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. രാമപ്രിയായ രഘുനാഥവരപ്രദായ നാഗപ്രിയായ നരകാർണവതാരണായ പുണ്യേഷു പുണ്യഭരിതായ
സുരാർച്ചിതായ ദാരിദ്ര്യ ദുഃഖ ദഹനായ നമഃ ശിവായ മുക്തേശ്വരായ ഭരദായ ഗണേശ്വരായ ഗീതപ്രിയായ വൃഷഭേശ്വര വാഹനായ മാതംഗ ചർമ്മവസനായ മഹേശ്വരായ ദാരിദ്ര്യ ദുഃഖ ദഹനായ നമഃ ശിവായ അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് യാതൊരു വിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും ഒന്നും ഉണ്ടാകരുത് എന്ന്. ഭഗവാൻ ആരാണ്? എന്നെ വസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യനാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആ തമ്പുരാനായിരിക്കുന്ന ഭഗവാൻ നിസ്സാരക്കാരനല്ല. നമുക്ക് അന്നവും വസ്ത്രവും എല്ലാം ഒട്ടാതെ വരുന്ന ഭഗവാനാണ്. ആ ഭഗവാന്റെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ നമുക്ക് ആവോളം ഉണ്ടാകണം. പരമേശ്വരനായി, പരമേശ്വരിയായി, ഭഗവാനായി, ഭഗവതിയായി, അങ്ങനെ ഏതെല്ലാം വിധത്തിലാണോ ഭഗവാൻ നിൽക്കുന്നത് ആ ഭഗവാന്റെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ നമുക്ക് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ഈ നിവേദ്യം നടത്തി ദീപാരാധനയോടുകൂടി മധ്യാഹ്നം വരെയുള്ള ഭാഗങ്ങൾ സമർപ്പിച്ചിട്ട് അന്നദാനമൊക്കെ കഴിച്ച് അന്നപ്രസാദമൊക്കെ കഴിക്കുക. അന്നപ്രസാദമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പതുക്കെ നമുക്ക് ബാക്കിയുള്ള കഥാഭാഗങ്ങളൊക്കെ തുടങ്ങാം. നിങ്ങളോട് ഇരിക്കാൻ നമുക്ക് എല്ലാവരും കുറച്ചുപേരൊക്കെ പോവായിരിക്കും, അറിയില്ല. എന്തായിരുന്നാലും പറ്റുന്നവരൊക്കെ ഇരിക്കുക. നമുക്കിത് മുഴുവൻ പറയാനുള്ളതാണ്. 7 ദിവസം മുഴുവൻ പറഞ്ഞു തീരുകൂടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം പറഞ്ഞു തീരാമോ അത്രത്തോളം പറയാമോ അത്രത്തോളം പറയുക എന്നുള്ളതാണ്. കാര്യങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിലേക്കാകട്ടെ. അതിന് ജഗദീശ്വരനും ജഗദീശ്വരിയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.